കത്തോലിക്ക സഭയുടെ 267ാമത് മാർപ്പാപ്പയായി ലിയോ 14 സ്ഥാനമേറ്റു. പാരമ്പര്യവാദികളെയും പരിഷ്കരണവാദികളെയും ഒരുപോലെ ചേർത്ത് പിടിക്കുന്നതാവും ശൈലിയെന്ന് പ്രഖ്യാപിക്കുന്നതായിരുന്നു പുതിയ മാർപ്പാപ്പയുടെ സ്ഥാനാരോഹണ ചടങ്ങുകൾ. മതങ്ങൾ തമ്മിലുള്ള സൗഹാർദ്ദത്തിന്റെയും കുടുംബത്തിന്റെയും പ്രാധാന്യം മാർപ്പാപ്പ പലതവണ ആവർത്തിച്ചു. ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയുടെ അംശവടിയും ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ പാല്യവും, എന്നാൽ സഭയുടെ അടിസ്ഥാന വിശ്വാസ സത്യങ്ങളിൽ ബെനഡിക്റ്റ് പാപ്പയുടെ നിലപാട്. ഇതായിരുന്നു ലിയോ 14 സ്ഥാനാരോഹണ ചടങ്ങ്. കർദിനാൾമാർ, മെത്രാൻമാർ, വൈദികർ, സന്യാസിനികൾ, പിന്നീട് കുടുംബം. ആഗോള സഭയുടെ പ്രാതിനിധ്യ സ്വഭാവത്തിൽ കുടുംബം എന്ന നിർവചനം ഇടം പിടിച്ചപ്പോൾ ഫ്രാൻസിസിന്റെ പട്ടികയിലെ LGBTQ തന്റെ മുൻഗണനയല്ലെന്ന് ലിയോ വ്യക്തമാക്കി. കത്തോലിക്ക സഭയുടെ നാളിതുവരെയുള്ള കീഴ്വഴക്കം കാറ്റിൽ പറത്തി കർദിനാൾ ഡീന് പകരം കഴിഞ്ഞ കോൺക്ലേവിലെ പുരോഗമനവാദികളുടെ മുഖ്യമുഖമായിരുന്ന കർദിനാൾ അന്തോണിയോ ലൂയി ടഗേലയായിരുന്നു പാപ്പയെ മുക്കുവന്റെ മോതിരം അണിയിച്ചത്. എന്നാൽ പാല്യം സ്വീകരിക്കുന്നതിൽ പാരമ്പര്യം അതേപടി നിലനിർത്തി. അപ്പോസ്തലിക് സിഞ്ചത്തുരയുടെ പ്രീഫെക്ട് ഡൊമിനിക് മാമ്പർട്ടിയാണ് പാല്യം നൽകിയത്. ജോൺ 1 മാർപ്പാപ്പയുടെ രക്തസാക്ഷിത്വ ദിവസം, ഒപ്പം ജോൺ പോൾ 2 മാർപ്പാപ്പയുടെ ജന്മദിനവും സ്ഥാനമേറ്റെടുക്കാൻ ലിയോ 14 തെരഞ്ഞെടുത്ത ദിവസത്തിന്റെ പ്രത്യേകതയാണ്. ഫ്രാൻസിസ് മാർപ്പാപ്പയെ ഓർമ്മിച്ചുകൊണ്ട് പ്രസംഗിച്ച മാർപ്പാപ്പ ലോകത്തിന്റെ ഒത്തൊരുമയെപ്പറ്റി പ്രസംഗത്തിൽ ആവർത്തിച്ചു. ദൈവത്തിൽ സർവവും സമർപ്പിച്ച പത്രോസിന്റെ സിംഹാസനം സ്വീകരിക്കുന്നുവെന്നും സഹവർത്തിത്വത്തിലൂടെ സഭ മുന്നോട്ടു പോകണമെന്നും സമാധാനം പുലരുന്ന നവലോകം ഉണ്ടാകട്ടെയെന്നും മാർപ്പാപ്പ ആശംസിച്ചു. ഇന്റർനാഷണൽ ഡെസ്ക്, ന്യൂസ് മലയാളം.